ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ചെയ്യാതെ നിങ്ങൾ ഒരു സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യരുത്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം. കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങളൊരു സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പേരിലും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാമിലിന്റെ പേരിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസും, അതുപോലെ തന്നെ വീട്ടിലെ മെയിൻ ഇൻകം സോഴ്സ് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പേരിലൊരു ലൈഫ് ഇൻഷുറൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിരിക്കണം. ഇത് ചെയ്യാതെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സും സേവിങ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ ഇതെല്ലാം ഹോസ്പിറ്റൽ ബില്ലുകളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജസ്റ്റ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യയിലെ കറന്റ് മെഡിക്കൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 12 to 14%. ഇവിടുത്തെ ജനറൽ CPI ഇൻഫ്ലേഷൻ ആണെങ്കിൽ 4 to 5%. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ജനറൽ ഇൻഫ്ലേഷനേക്കാളും 3 times ഹയർ ആണ്. നമ്മളൊരു സാധാരണ ബാങ്ക് FD റിട്ടേൺ എന്ന് പറയുന്നത് 6 to 8% ആണ്. അതിനെ പോലും ബീറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന മെഡിക്കൽ ഇൻഫ്ലേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, കറന്റ് സിനാരിയോയിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലാഭവും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടവും. 2025 സെപ്റ്റംബർ 22 മുതൽ അടയ്ക്കുന്ന എല്ലാ ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിനും GST കൗൺസിൽ 0 GST ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ മേജർ പോർഷൻ തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ഫ്യൂച്ചർ മനസ്സിലാക്കി അത് അത്ര ആളുകളിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ടായിരിക്കും ഗവൺമെന്റ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. ഇത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കണ്ടീഷൻസ് അനുസരിച്ച് ചെയ്യുന്ന പോളിസിയിലെ എല്ലാ ലൂപ്പ് ഹോൾസും അതിന്റെ ക്ലെയിം സെറ്റിൽമെന്റിനെ കുറിച്ച് മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായ ഒരു പോളിസി എടുക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഹെൽത്ത് ആൻഡ് ലൈഫ് എന്ന് കമന്റ് ചെയ്താൽ മതി.